ഇന്നത്തെ ടോപ്പിക്ക് ഏരിയ, പെരിമീറ്റർ ആൻഡ് വോള്യൂം. എന്താണ് ഏരിയ, പെരിമീറ്റർ ആൻഡ് വോള്യൂം? നമ്മൾ ഒരു സ്ക്വയർ, പിന്നെ ഒരു റെക്റ്റാങ്കിൾ, ഇതൊക്കെ വെച്ചിട്ട് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. മെയിനായിട്ട് സ്ക്വയറും റെക്റ്റാങ്കിളും ആണ് വരുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെക്റ്റാങ്കിളിനെ കുറിച്ചാണ്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? റെക്റ്റാങ്കിൾ ഷേപ്പ് കണ്ടിട്ടുണ്ടോ? റെക്റ്റാങ്കിൾ കണ്ടിട്ടുണ്ടോ? ഇതാ ഇങ്ങനെ ചതുരം എന്നാണ് മലയാളത്തിൽ പറയാ. കിഷാൻ, ഈ ചതുരത്തിൽ രണ്ട് സൈഡും ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മാത്രം ഈക്വൽ ആയിട്ടുണ്ടാവും കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് മാത്രം ഈക്വൽ ആയിട്ടുണ്ടാവും. അതേ സമയത്ത് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കില്ല. ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെ ലെങ്ത്തും ഈ ലെങ്ത്തും ഈക്വലാണ്, ബെർത്തും ഈ ബെർത്തും ഈക്വലാണ്. അപ്പോൾ ഇതിനെങ്ങനെ പറയാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയാം കേട്ടോ. ഇതിനെ ചുറ്റിയുള്ള അളവ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടുണ്ട് എന്ന് വിചാരിക്കാം, ഒരു പ്ലോട്ട് അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. ആ പ്ലോട്ട് വന്നിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഉള്ളത്. ആ പ്ലോട്ടിൻ്റെ ചുറ്റളവ് എത്രയാണ്? ഇപ്പോൾ അതിൻ്റെ ചുറ്റിലും, ഇപ്പോൾ ഈ പ്ലോട്ടിന് ചുറ്റിലും നമ്മളൊരു വേലി പണിയാൻ പോകണമെന്ന് വിചാരിക്കാം. അപ്പോൾ വേലിക്കാരൻ ആ ഫെൻസ് ഉണ്ടാക്കാൻ, ആ വേലി ഉണ്ടാക്കാൻ എത്രയാവുമെന്ന് നമ്മളോട് പറയണം. അപ്പോൾ അയാൾക്ക് എന്താ വേണ്ടതെന്നറിയോ? അതിൻ്റെ ചുറ്റളവാണ് വേണ്ടത്. ഇവിടുന്ന് എത്ര നീളമുണ്ട്, ഇവിടുന്ന് എത്ര വീതിയുണ്ട് എന്നുള്ളതൊക്കെ അയാൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും, അളക്കുന്നുണ്ടാവും. എന്നിട്ടാണ് നമ്മളോട് പറയുക ഇത്ര പൈസയാണ് എന്നുള്ളത് പറയുക. വേലി കെട്ടാൻ, മതിൽ കെട്ടാൻ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേലി കെട്ടണത്, മതിൽ കെട്ടണതൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പം അതിൻ്റെ ചുറ്റളവ്, ചുറ്റിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് ചുറ്റളവ് എന്ന്. അപ്പോൾ ഇവിടെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര്, നീളം കൂടിയ ഭാഗത്തിനെ നമ്മൾ എൽ എന്നും നീളം കുറഞ്ഞ ഭാഗത്തിനെ ബെർത്ത് എന്നും. ഇത് എൽ പറഞ്ഞാൽ ലെങ്ത് ആണ് കേട്ടോ, ബെർത്ത് എന്ന് പറഞ്ഞാൽ വീതിയാണ്. അതന്നെ. അപ്പോൾ ഇതിനെ നമ്മൾ എ എന്ന് പറയും, സ്മോൾ ലെറ്റർ എ, ഇത് സ്മോൾ ലെറ്റർ ബി കേട്ടോ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ ആണ് ഈ ചുറ്റളവ് എന്ന് പറയുന്നത്. വാക്കുകൾ സൂക്ഷിച്ച് നോക്കിക്കോളൂ. പെരിമീറ്റർ, PERIMETR. പഠിപ്പിച്ചിരിക്കണം. അതാണ് ഈ ടോപ്പിക് എടുക്കാൻ കാരണം. പഠിപ്പിച്ച ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, അതാണ് ഇതെടുക്കാൻ കാരണം കേട്ടോ. സോ പെരിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബെർത്ത് ആണ് കേട്ടോ. പെരിമീറ്റർ എത്രയാണ്? അല്ല, ലെങ്ത്ത് ഇൻറ്റു ബെർത്ത് അല്ല, ലെങ്ത്ത് എത്രയാണ് ഉള്ളത്? രണ്ടെണ്ണം ഉണ്ട് അല്ലേ? രണ്ട് ലെങ്ത് ഉണ്ട്, ശരിയല്ലേ? ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, രണ്ട് ലെങ്ത് ഉണ്ട്. പ്ലസ് ബെർത്ത് എത്രയുണ്ട്? രണ്ട് ബെർത്ത് ഉണ്ട്, ഈ സൈഡും ഈ സൈഡും. സോ 2B. ഇനി രണ്ടിനെ കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പോൾ 2 × L+B. അപ്പോൾ പെരിമീറ്ററിൻ്റെ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 2 × L+B. എത്രയാണ്? 2 × L+B. ഇനി നമ്മൾ ഇതൊരു പ്ലോട്ട് എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം ഞാൻ ഇതിനെ ഈ ഷേപ്പിൽ ഒരു വീട് പണിയാണ്. ഇതേ ഷേപ്പിൽ ഒരു വീട് പണിയാണ്. ആദ്യം ഞാൻ വേലിയുടെ കാര്യമാണ് പറഞ്ഞത്. വീടാവുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ ടൈല് വിരിക്കില്ലേ, ഉൾഭാഗത്ത് ടൈല് വിരിക്കില്ലേ, ഇതിനെ ഉൾഭാഗത്തിന്, ഈ 4 ഭാഗവും കവർ ചെയ്തിട്ടുള്ള ഉൾഭാഗത്തിനെ നമ്മൾ പറയുന്നതാണ് ഏരിയ. ഉൾഭാഗത്തിന് പറയുന്നത് എന്താ? ഏരിയ. ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉൾഭാഗത്തിൽ നമ്മൾ ടൈല് വിരിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടൈല് വിരിക്കുക? വീട് പണിയൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ വീട് പണി സമയത്ത് ടൈല് വിരിക്കുമ്പോൾ ഉൾഭാഗത്തല്ലേ വിരിക്കുക. ചിലവർ കാർ പാർക്കിങ് അങ്ങനെയൊക്കെ പുറത്തും വിരിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ജസ്റ്റ് ഏരിയ. അപ്പോഴും കാർ പാർക്കിങ്ങിൻ്റെ ഉൾഭാഗത്താണ് വിരിക്കുക അല്ലേ? അപ്പം അങ്ങനെ ഇരിക്കെ ഉൾഭാഗം എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം എയും അല്ലെങ്കിൽ ലെങ്ത്തും
ഇനി ഒരു ഭാഗം ബി. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പം നമ്മൾ പറയണതിനെ എൽ ഇൻറ്റു ബി എന്ന് മാത്രം ചെയ്താൽ മതിയാവും. അപ്പം ഏരിയ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഇൻറ്റു ബി. ഈ ഭാഗത്തിനെയും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബാക്കി അങ്ങനെയല്ല. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സം എടുക്കണം, ചുറ്റിലുള്ള അളവുകളുടെ സം എടുക്കണം. ഏരിയ എന്ന് പറയുമ്പോൾ എൽ ഇൻറ്റു ബി ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, മനസ്സിലായ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയും. ഡയഗണൽ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്ന് ഈ കോർണർ വരെ ഉള്ള ഒരു നീളത്തിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ നിന്നും ഇവിടെ വരയ്ക്കും വരും. ഇതിനെ നമ്മൾ പറയുന്നത് ഡയഗണൽ ആണ്. അപ്പോൾ ഒരു റെക്ടാങ്കിളിൽ എത്ര ഡയഗണൽ ഉണ്ടാവും? ഒരു റെക്ടാങ്കിൾ അല്ലല്ലോടാ, ഇവിടുന്ന് ഇവിടെ വരയ്ക്കും 1, ഇവിടുന്ന് ഇവിടെ വരയ്ക്കും 2 ഡയഗണലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഡയഗണലൊക്കെ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം 90 ഡിഗ്രി, ഈ ഭാഗം 90 ഡിഗ്രി, ഈ ഭാഗം 90 ഡിഗ്രി, ഈ ഭാഗം 90 ഡിഗ്രി, ഇമ്മാരിയാണ് ഉള്ളത്. എങ്ങനെയാണ് 4 ഭാഗം എങ്ങനെയാണ് ഉള്ളത്? 90 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ എത്ര ഉണ്ടാവും എന്നറിയോ? ഇതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ ഇങ്ങനെ 1 ഡിഗ്രി ഇങ്ങനെ ചുറ്റി വരാൻ, ഈ ഡിഗ്രികൾ ചുറ്റി വരാൻ. ഡിഗ്രി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോണളവ് എന്ന് പറയും. ഡിഗ്രി എന്ത് പറയും? കോണളവ് എന്ന് പറയും. ആ ഡിഗ്രി എത്രയാണെന്ന് വെച്ചാൽ ടോട്ടലായിട്ട് 360 ഡിഗ്രിയാണ് ഈ ഉള്ളിലുള്ള ഈ പോയിന്റിന് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഷേപ്പിലുണ്ടെന്ന് വെച്ചാൽ ഇതിനെ 4ആയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നു. ഈ റെക്റ്റാങ്കിൾ പറഞ്ഞ സംഭവത്തിനെ ഞാൻ ജസ്റ്റ് ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. റെക്റ്റാങ്കിളിനെ എന്ത് ചെയ്യുന്നു? 4ആയിട്ട് മുറിക്കുന്നു. 4ആയിട്ട് മുറിക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് കുഞ്ഞ് റെക്റ്റാങ്കിൾ ഷേപ്പിലല്ലേ വരുന്നത്? വീണ്ടും ഒരു കുഞ്ഞ് 4 റെക്റ്റാങ്കിൾ വരുന്നുണ്ട്. ഇതിൽ നോക്കൂ, ഈ ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഇതെങ്ങനെയാണുള്ളത്? ഇങ്ങനെയാണ് ഉള്ളത് അല്ലേ? ഇതിൻ്റെ കോർണറാണല്ലോ ഇത് അല്ലേ? ഈ കോർണർ എങ്ങനെയുണ്ട്? ഈ ഭാഗം ഇങ്ങനെയുണ്ട്. ഇവിടെ നിന്ന് ഞാനൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉള്ളത്? ട്രയാങ്കിൾ ഷേപ്പായോ? ആയി. ഇതിങ്ങനെയും പറയാം, അല്ലെങ്കിൽ എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഗണൽ ഇങ്ങനെ പിരിക്കുന്ന സമയത്ത് ഈ ഭാഗം നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നറിയോ? 90 ഡിഗ്രി ഉണ്ട്. ഈ ഭാഗം എങ്ങനെയുണ്ട്? 90 ഡിഗ്രിയാണ്. നമ്മൾ എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ കുത്തനെ ഉണ്ടാവും, ഇങ്ങനെ കുത്തനെ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ 90 ഡിഗ്രി. ഇത് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് എന്തെന്ന് പറയും? റെക്ടാങ്കിൾ എന്ന് പറയോ? റൈറ്റ് ആംഗിൾ എന്ന് പറയോ? റൈറ്റ് ആംഗിൾ. യെസ്, കറക്റ്റ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. മലയാളത്തിൽ എന്താണെന്നറിയോ? മട്ടത്രികോണം എന്നാണ് പറയുക. ഇങ്ങനത്തെ ഷേപ്പിൽ വരുന്ന ത്രികോണത്തിനെ അല്ലെങ്കിൽ ട്രയാങ്കിളിനെ നമ്മൾ പറയുന്നതാണ്. ഈ ഇവിടുന്ന് ഇവിടെ വരയ്ക്കുള്ള അളവ് 90 ഡിഗ്രി ആയിരിക്കും. ഇതിനെ പറയുന്നതാണ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതുവരെ ഞാൻ ഇത് പഠിച്ചിട്ടില്ല, കുഴപ്പമില്ല. ഇതിനെ പറയുന്നതാണ്. ഇനി മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഇനി നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ നെട്ടിക്കണം. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വേഗം ട്രൈ ചെയ്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതിൻ്റെ പേര് എന്താ പറയേണ്ടത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വേണം പറയാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെ ഉണ്ടാവും. ഒരു പാരലൽ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ
ഒരു ലൈൻ ഇങ്ങനെയുണ്ട്, ഇനി ഒരു ലൈൻ താഴെ നിന്ന് ഇങ്ങനെയുണ്ട്, ഷാർപ്പായിട്ടാണ് കട്ട് ചെയ്യുക. സോ ജോയിൻ്റ് ആവുക. ഇതിനെയാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ഇതുവരെ? ഈ റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എത്ര റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? 4 എണ്ണം അല്ലേ? 1 2 3 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാ അല്ലേ? ഇപ്പം ഞാൻ ഒരു ഭാഗം മാത്രം എടുക്കുന്നു. ഈ ഡയഗണൽ എന്ന് പറഞ്ഞില്ലേ, ഈ ഡയഗണൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചില്ലേ, 2 ഡയഗണൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലുള്ള ഒരു ഡയഗണൽ മാത്രം ഞാൻ എടുക്കുന്നു. ഒരു ഡയഗണൽ മാത്രം എടുക്കുന്നു. ഇപ്പം നമുക്കറിയാം ഈ താഴെ ഭാഗം ലെങ്താണ്, ഈ ഭാഗം ബെർത്താണ്. ഇത് ലെങ്ത്, ഇത് ബെർത്താണെന്ന് അറിയാം. അപ്പോൾ ഇവിടെയും താഴത്തെ ഭാഗം എന്താണ്? ഇതേ ലെങ്ത് തന്നെ. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരമാണ്, ഇവിടെ നിന്ന് ഇവിടെ വരയ്ക്കുള്ള ദൂരം. ഇവിടെ നിന്ന് ഇവിടെ വരയ്ക്കുള്ള ദൂരം വന്നിട്ട് ബി. അപ്പോൾ ഇത് എന്താണ് എന്നുള്ള ചോദ്യം വരില്ലേ? ഇത് നിങ്ങളോട് ചോദിക്കും, ഇതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് ഷുവറായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കും. മനസ്സിലായ? അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു തിയറം ഉണ്ട്. ഇത് കണ്ടെത്താൻ വേണ്ടി പണ്ട് കുറേ സയൻറ്റിസ്റ്റൊക്കെ കൂടി നമുക്കൊരു തിയറം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി, അല്ലാതെ നമ്മളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എളുപ്പമാണ് ആ തിയറം. അതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗം കിട്ടണമെങ്കിൽ ഈ 2 ഭാഗത്തിനെ നമ്മൾ സ്ക്വയർ എടുക്കണം. അപ്പോൾ എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക എന്ന് വെച്ചാൽ ഇതിൻ്റെയും സ്ക്വയറാണ് കിട്ടുക. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. കർണം എന്നാണ് പറയുക. എഴുതി വെച്ചോളൂ വേണമെങ്കിൽ. ഹൈപ്പോട്ടന്യൂസ്. ഇതിന് മലയാളത്തിൽ പറയണത് കർണം എന്ന് പറയും. ഓക്കെ, ഈ ഒരു ലെങ്ത് കൂടിയ ഭാഗത്തിന് നമ്മൾ പറയുന്നതാണ്. എപ്പോഴാണ് ഈ ഹൈപ്പോട്ടന്യൂസ് ഈ പറയുന്ന ഒരു ഫോർമുല യൂസ് ചെയ്യേണ്ടതെന്നറിയോ? ഇത് മട്ടത്രികോണം ആകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പക്ഷം ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് സ്ക്വയർ പ്ലസ് ബെർത്ത് സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് ഈ ഹൈപ്പോട്ടന്യൂസ് മാത്രമാണ്, ഈ സ്ക്വയർ വേണ്ട. അപ്പോൾ എന്താവുമെന്നറിയോ? ഈ സ്ക്വയർ എന്താവുമെന്നറിയോ? അതൊക്കെ ഇനി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ സ്ക്വയർ എന്താവുമെന്നറിയോ? ഈ സൈഡ് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും. ഓക്കെ, ഇതാണ് ഫോർമുല. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഈ ഭാഗത്തിൻ്റെ അളവ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ലെങ്ത്തിൻ്റെയും സ്ക്വയർ എടുക്കണം, ബെർത്തിൻ്റെയും സ്ക്വയർ എടുക്കണം. ഇപ്പോൾ ലെങ്ത്ത് 2 എന്നെങ്കിൽ 2 സ്ക്വയർ എന്തായിരിക്കും? പറയൂ. ലെങ്ത്ത് 2 എങ്കിൽ ലെങ്ത്ത് സ്ക്വയർ എന്തായിരിക്കും? ഈ സ്ക്വയർ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ 2നെ മേലെ 2 തന്നു കഴിഞ്ഞാൽ ഇതിനെ 2 ടൈംസ് എഴുതണം എന്നുള്ളതാണ് അർത്ഥം. 5 സ്ക്വയർ എന്ന് വെച്ചാൽ 5 × 5, 6 സ്ക്വയർ എന്ന് വെച്ചാൽ 6 × 6, 7 പവർ 3 എന്ന് വെച്ചാൽ 7 × 7 × 7. ഓക്കെ, അപ്പൊ ഇനി ഒരു 2 കൂടി ഇടണം. എന്തിനിടാ? മേലത്തെ ആൻസറിന് ഇത് 2 സ്ക്വയർ. അപ്പോൾ 2 × 2 എത്ര വരും? 4. 2 2 എത്ര? 4. ഇങ്ങനെ നമ്മൾ കുറച്ച് വാല്യൂസ് പഠിച്ച് വെക്കണം. 1 1s are 1, 2 2s are 4. ടേബിൾ പഠിച്ചില്ലേ?
അതിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതൊന്ന് എഴുതി വെക്കൂ, ഞാനിപ്പോൾ വരാം. ബാക്കിയുള്ളത് ഞാൻ ആൻസർ എഴുതുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് ആൻസർ എഴുതി വെക്കൂ, ഞാനിപ്പോൾ വരാം കേട്ടോ. പറയൂ. 5 5 സാർ എത്രയാ? 25. 25. 25. 6 6 36. 80. 36 ആണേ. 7 7 സാർ 49. 8 8 സാർ 56. 64. 9 9 സാർ 81. 10 10 സാർ 100. 11 11 സാർ 100. മൾട്ടിപ്പിൾ ചെയ്ത് പറയൂ, മൾട്ടിപ്പിൾ ചെയ്ത് പറയൂ, മൾട്ടിപ്പിൾ ചെയ്യൂ, നോട്ട് എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യൂ, എന്നിട്ട് പറയൂ. ടൈം തരാം. മാം 121. യെസ് കറക്റ്റ്. 121. അടുത്തത് 12 സാർ എത്രയാണ്? 144. 144. 13 13 സാർ 150. 1 54. 156. 69. 169. 14 14 സാർ 196. 15 15 സാർ 225. 16 16 സാർ 256. 17 17 സാർ കാൽക്കുലേറ്റർ വെച്ചിട്ടാണോ പറയുന്നത്, ഇല്ലേ വർക്കൗട്ട് ചെയ്തിട്ടാണോ? $289. നെക്സ്റ്റ് 18 18 സാർ 324.
കറക്റ്റാണ്. 19 സാർ 361. 20 സാർ 400. കറക്റ്റ്. സൂപ്പർ. ഇതിൻ്റെ പേരാണ് സ്ക്വയറിൻ്റെ ടേബിൾ. ഇത് നിർബന്ധമായിട്ട് എക്സാമിന് പഠിച്ചു വച്ചിരിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഒരു കുഞ്ഞു വെള്ള പേപ്പറോ അല്ലെങ്കിൽ വീട്ടിൽ വല്ല ചാർട്ട് ഉണ്ടെങ്കിൽ അമ്മനെ അച്ഛനെ ശല്യം ചെയ്യല്ലേ, അതിന് വേണ്ടിയിട്ട് വീട്ടിലെന്തെങ്കിലും ഒരു വലിയ പേപ്പർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ തന്നെ സ്കെച്ചോ കളർ പെൻസിലോ യൂസ് ചെയ്ത് ഇതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് രാവിലെ എണിച്ച വഴിക്ക് ഇതൊന്ന് വായിച്ചെടുക്കുക, ഇതൊന്ന് പഠിച്ച് വെക്കുക. ചാർട്ടിലുണ്ടെങ്കിൽ ചാർട്ടിൽ നല്ല കളർ പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ടോ സ്കെച്ച് യൂസ് ചെയ്തിട്ടോ മാർക്കർ യൂസ് ചെയ്തിട്ടോ എഴുതിയിട്ട് നല്ല വലുതായിട്ട് എഴുതിയിട്ട് വെക്കുക. ഒന്നെങ്കിൽ ചുമരിൽ ഒട്ടിച്ച് വയ്ക്കുക. ചുമരിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റാത്തവർ ഒരു കുഞ്ഞു പേപ്പറിലോ എവിടെയെങ്കിലും എടുത്ത് വെക്കുക. എന്നിട്ട് രാവിലെ എണിച്ച വഴിക്ക് ഇതിനാദ്യം പഠിക്കുക. ഇങ്ങനെ ഒരു 14 ദിവസം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളത് മറക്കില്ല ഈ വാല്യൂസ്. പെട്ടെന്ന് ഇപ്പം ഞാൻ ചോദിക്കണേ 7 സാർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 49 എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇത് അറിഞ്ഞാലാണ് ഇനി ഒരു നെക്സ്റ്റ് ടോപ്പിക് ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇത് പഠിച്ചു വെക്കണം കേട്ടോ. പറ്റുമെങ്കിൽ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് വൈകുന്നേരത്തോടു കൂടി ഇതുവരെ പഠിച്ചിട്ട് അയച്ചു തരിക. അതിൻ്റെ അടുത്ത ദിവസം എന്താണ് ഒരു ദിവസം 100 വരെ പോരെ? അതാണ് ഞാനിവിടെ ഇട്ടിട്ടുണ്ടല്ലോ. അതായത് വരെ 10 സാർ 100 വരെ ഇന്ന് പഠിച്ചോളൂ. ഇതിൻ്റെ പേരെന്താ? സ്ക്വയർ ടേബിൾ. സോ ഞാനിവിടെ ഹോംവർക്കായിട്ട് ഇടുന്നുണ്ട്. സ്ക്വയർ ടേബിൾ എന്ന് എഴുതിയിട്ട് 1 to 10 എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. 10 സാർ വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? അടുത്തത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു 2 ക്വസ്റ്റ്യൻ നോക്കാം. ആർക്കെങ്കിലും സ്കൂളുണ്ടോ? ഇല്ല. എക്സാമ്പിൾ 1, the length of a rectangle plot. The length of a rectangle plot is twice the breadth. If the perimeter of the plot be 210 meter, find its area. ദയ, ഈ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല, ഇതൊന്ന് വായിക്കൂ. ദയ, the length of a rectangle plot is twice എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇരട്ടി എന്നതാണ് അർത്ഥം. twice പറയൂ. twice the breadth if the perimeter. ഫുൾ സ്റ്റോപ്പ് കണ്ടില്ലേ? ഈ ഫുൾ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് അവിടെ പിടിച്ച് ഹോൾഡ് ചെയ്യണം. ഫുൾ സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യണം. ബ്രേക്ക് വെക്കണ പോലെയാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് പിന്നെ വായിക്കണം. If the perimeter of the plot be 210 meter, find its area. അവന്തിക വായിക്കൂ. The length of a rectangle plot is twice the breadth if the perimeter of the plot
ഉം. 310 ഉം. area. ഏരിയ. ഇപ്പോൾ മറ്റേ കിഷൻ വായിക്കാൻ സാധിക്കുമോ? ക്വസ്റ്റ്യൻ വായിക്കൂ. The length of ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ. rectangle plot പ്ലോട്ട് is പ്ലോട്ട് 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 പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അഡ്വർടൈസ്മെൻറ്റിൽ? സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട്. ആ സ്ഥലം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കട വയ്ക്കാം, വീട് വയ്ക്കാം. അപ്പോൾ കടയും വീടും ഒന്നും വയ്ക്കാത്ത സ്ഥലത്തിനെയാണ് നമ്മൾ ഈ പറയുന്നത് പ്ലോട്ട് എന്ന്. അപ്പോൾ ആ പ്ലോട്ട് എങ്ങനെയുണ്ട്? ഇസ് ട്വൈസ് ദ ബെർത്ത്. ആ പ്ലോട്ടിൻ്റെ ലെങ്ത് ഉണ്ടല്ലേ, അത് ട്വൈസ് ദ ബെർത്ത് എന്ന് പറയുന്നു. ഈ വായിക്കൂ. If the is the birth perimeter is perimeter of the plot the plot be 210 meter. 210 meter. Find its Area. area. ഏരിയ. ഇതെന്താണ് ഏരിയ? ഇതെന്താ പെരിമീറ്റർ? ഇതെന്താ ബെർത്ത്? ഇതെന്താ ലെങ്ത്? സോ ഈ 4 വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. എന്തൊക്കെയുണ്ട് ഈ ക്വസ്റ്റ്യനിൽ? ലെങ്ത്ത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? ലെങ്ത് ഉണ്ട്, ബെർത്ത് ഉണ്ട്, പിന്നെ പെരിമീറ്റർ ഉണ്ട്, ഏരിയ ഉണ്ട്. ഇതിൽ ഏതിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ളത് അറിയാവോ? ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തിനെയാണ് കണ്ടെത്തേണ്ടത്? ഏരിയ. ഏരിയ. കറക്റ്റ് കിഷൻ. സോ ഏരിയൻ്റെ അടുത്ത് ഫൈൻഡ് പറഞ്ഞാൽ എന്താ? കണ്ടെത്തുക. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഏരിയനെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർമുല. ലെങ്ത് ഇൻറ്റു ബെർത്താണ് എന്നുള്ളത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബെർത്താണ് എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം. നമ്മൾ പഠിച്ചു കുറച്ച് മുന്നിൽ. ഇനി നമുക്കിവിടെ ലെങ്ത്തും ബെർത്തും തന്നിട്ടുണ്ടോ? വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. പകരം നമുക്ക് ഒരു വാക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ വന്നിട്ട് അപ്പോൾ ഗിവൻ ആണ്. ക്വസ്റ്റ്യനിൽ നമ്മൾ ആ ചെയ്യണ മുന്നിൽ ആദ്യം മനസ്സിലാക്കുക ഗിവൻ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പെരിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ലെങ്ത്തും ഈ ബെർത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ ലെങ്ത് എന്ന് പറയണത് ബെർത്തിൻ്റെ ഇരട്ടിയാണ്. ഇതാണ് പറയുന്നത്. ട്വൈസ് ദ ബെർത്ത്. ട്വൈസ് ദ ബെർത്ത് എന്ന് വെച്ചാൽ ബെർത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പം ലെങ്ത് എന്ന് പറയുന്നത് ബെർത്തിൻ്റെ ഇരട്ടിയാണ് എന്നാണ് നമ്മളോട് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ ഈ ലെങ്ത്തിന് പകരം ഞാൻ ബെർത്ത് ഇട്ട് കൊടുക്കുകയാണ്. 2b എന്നിട്ട് കൊടുക്കുകയാണ്. ബിക്ക് പകരം ബി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഏരിയ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം കേട്ടോ. ഇനി വരൂ, ഇനി ക്വസ്റ്റ്യനിലേക്ക്. ഇനി വേറൊന്നും തന്നിട്ടുണ്ട്. പെരിമീറ്റർ നമുക്ക് വാല്യൂവേ തന്നിട്ടുണ്ട്. എത്ര? 210. പെരിമീറ്ററിൻ്റെ ഫോർമുല എന്താ? പെരിമീറ്ററിന്റെ 2 into 2 into L plus B. ഈ എല്ലിന് പകരം ഞാൻ എന്തെഴുതുന്നു? 2b എന്ന് എഴുതുന്നു പ്ലസ് ബി. ഈ ബീൻ്റെ മുന്നിൽ ഒന്നുമില്ലെങ്കിൽ അവിടെ ഒന്നുണ്ട് എന്നതാണ് അർത്ഥം കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു ഈ 2bയും 1bയും ഞാൻ ആഡ് ചെയ്താൽ ഇവിടെ എത്ര വരും? 2b plus 1b എത്ര വരും? 3b. ഈ ബ്രാക്കറ്റ് ഇവിടെ ഉണ്ട്. 2 ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പർ വെച്ചിട്ട് ഈ ബ്രാക്കറ്റിനെ നമ്മൾ ഉടയ്ക്കണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇവിടെ ഒന്നുമില്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 into 3 എന്ന് പറഞ്ഞാൽ 2 into 3b പറഞ്ഞാൽ 6b വരും. ഇതുവരെ മനസ്സിലായോ?
ഇനി നെക്സ്റ്റ് ഇങ്ങോട്ട് വാ. ഈ 6b എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 210 ആ ഇനി ഈ ബി മാത്രം നമുക്ക് വേണം, എത്രയെന്ന് അറിയണം. ഈ 6 ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത്. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ 210 ഡിവൈഡഡ് ബൈ 6 എന്നാവും. ഇനി വേഗം തന്നെ കണ്ടെത്തൂ. 210നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോഷ്യൻ്റ് എത്ര വരുമെന്ന് പറയൂ. മുപ്പത്തഞ്ച്. യെസ്, കറക്റ്റ് തായ. സൂപ്പർ. 35 നമുക്ക് കിട്ടി. ഇനി അപ്പോൾ ലെങ്ത് എത്രയാണ് എന്ന് ചോദിച്ചാൽ 2b ആണ്. അപ്പോൾ 2 ഇൻറ്റു എത്ര വരും? 2 ഇൻറ്റു ബീൻ്റെ വാല്യൂ എത്രയാണ്? 35. 2 ഇൻറ്റു 35. 2 ഇൻറ്റു 35 എത്രയാണ് നോക്കൂ. എത്രയാണ്? 70. സോ ലെങ്ത് എന്ന് പറയുന്നത് 70ഉം ബെർത്ത് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? ടോട്ടലായിട്ട് നമുക്ക് എത്ര കിട്ടി? ലെങ്ത് എന്ന് പറയുന്നത് 70ഉം ബെർത്ത് എന്ന് പറയുന്നത് 35ഉം കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടെത്തിക്കൂടെ? ഏരിയ എത്രയായിരുന്നു? L ഇൻറ്റു ബി ആയിരുന്നു. അപ്പോൾ 70 ഇൻറ്റു 35 ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ പറയൂ. രണ്ടായിരത്തി 450. 2450. എനിക്ക് കിട്ടിയത്. ആ ഓക്കെ, സൂപ്പർ. അവന്തികയ്ക്ക് എത്ര കിട്ടി? ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസറിൽ എന്തൊക്കെയാണ് വരികയെന്നറിയോ? ഈ 2450 മീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ആൻസറിൽ നോക്കുമ്പോൾ ഇവിടെ എം സ്ക്വയർ തന്നിട്ടുണ്ടല്ലോ. ഇത് എന്ത് എന്നുള്ള സംശയം നമുക്ക് വരും. എം സ്റ്റാൻഡ്സ് ഫോർ എന്താണ് എന്ന് ചോദിച്ചാൽ മീറ്റർ ആണ്. എം എന്താണ്? മീറ്റർ ആണ്. എം എന്താണ്? മീനിങ് എന്താണ്? മീറ്റർ. മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്? മീറ്റർ എന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ കേട്ടിട്ടുള്ളത്? മീറ്ററിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കോളൂ. METRE എന്നാണ് കേട്ടോ. സോ M ഫോർ മീറ്റർ ആണ്. ഈ മീറ്റർ നിങ്ങൾ എവിടെയൊക്കെ പരിചയപ്പെട്ടിരിക്കുന്നത്? എവിടെയെങ്കിൽ പരിചയപ്പെട്ടിട്ടുണ്ടോ? ക്ലാസ്സിലോ? ഓക്കെ. പിന്നെ വീട്ടിലൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ലേ മീറ്റർ? എന്ത് മീറ്റർ യൂസ് ചെയ്യുക? നമ്മൾ അളക്കാനായിട്ട് മീറ്ററുകൾ യൂസ് ചെയ്യും. മീറ്ററിൻ്റെ സ്കെയില് അല്ലേ? തുണി മേടിക്കാൻ പോയെങ്കിൽ ഒരു 2 മീറ്റർ തരുമെന്ന് പറയും അല്ലേ? ഒരു ട്യൂബ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പം പറയും നമ്മൾ 2 മീറ്റർ. എന്തിടാ? അപ്പോൾ ഈ മീറ്റർ എന്ന് പറയുന്നത് ഒരു മെഷർമെൻ്റ് ആണ്. ഓക്കെ, ഒരു മെഷർമെൻ്റ് ആണ്, ഒരു അളവാണ്. മീറ്റർ എന്ന് പറയുന്നത് അളവാണ്. ഈ മീറ്റർ നമ്മൾ ലെങ്ത്ത് അളക്കാനും ഉപയോഗിക്കും, ബെർത്ത് അളക്കാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലെങ്ത്ത് അളക്കാനും ബെർത്ത് അളക്കാനെന്നൊക്കെ മീൻസ് അളവെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത് രണ്ടുമല്ല, മെഷർമെൻ്റ് എടുക്കാനും ഉപയോഗിക്കുന്നതാണ് മീറ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 210 മീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബി എത്രയെന്ന് ചോദിച്ചാൽ 35 മീറ്റർ, L 70 മീറ്റർ. ഇവിടെ എം ഞാൻ എഴുതി. അപ്പോൾ എമ്മിനെ എം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2 സ്ക്വയർ എന്ന് എഴുതിയില്ലേ?
മൂന്നിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 3 സ്ക്വയർ എന്ന് എഴുതിയില്ലേ, അതുപോലെ എമ്മിനെ എം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്തെഴുതണം? എം സ്ക്വയർ എന്ന് എഴുതണം. അങ്ങനെയാണ് ഇവിടെ എം സ്ക്വയർ വന്നത്. ഓക്കെ, മതി. ഇന്നത്തേക്ക് ഈ ക്ലാസ്സിൽ ഇത്ര മതി പഠിക്കണത് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും എന്ന് വെച്ചാൽ പെരിമീറ്റർ തന്നിട്ട് ഇപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്? വേണ്ട, ഇത് മതി. ഒരു കുറച്ച് ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഉണ്ടാവും, ബെർത്ത് ഉണ്ടാവും, ഏരിയയും പെരിമീറ്ററും നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ പെരിമീറ്റർ മാത്രം തന്നിട്ട് ലെങ്ത്തും ബെർത്തും ഒക്കെ നിങ്ങൾ കണ്ടെത്തേണ്ടി വരും കേട്ടോ. എന്തെങ്കിലും റിലേഷൻഷിപ്പൊക്കെ തരുന്നുണ്ടാവും. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നാൽ ചെയ്യുമോ? ശരി, അപ്പോൾ ഓടിക്കോളൂ. മതി. ഓക്കെ, ബൈ.